കാട്ടാക്കടയിൽ കട്ടക്കോട് സ്വദേശി ഷൈനിന്റെ വീട്ടിൽ നിന്നും 72 പവൻ കവർന്ന കള്ളനെ തെളിവെടുപ്പിനായി സ്ഥലത്തെത്തിച്ചു. കല്ലിയൂർ സ്വദേശി ശ്രീകാന്തിനെയാണ് കാട്ടാക്കട പോലീസ് തെളിവെടുപ്പിനെത്തിച്ചത്. മോഷണത്തിനായി സ്ഥലത്തെത്തിയ രീതികളും വഴിയും കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിച്ചതും വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയ രീതികളും എല്ലാം കള്ളൻ വിവരിച്ചു. 2 അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് കവർന്നതെന്നും ഇതിൽ ആദ്യ അലമാരയിൽ വാതിൽ തുറന്നപ്പോൾ ഡ്രോയറിന്റെ മുകളിലായി ഇരുന്ന താക്കോലെടുത്താണ് മോഷണം നടത്തിയത്. തുടർന്ന് അടുത്ത മുറിയിൽ എത്തി അലമാരയുടെ വാതിൽ തുറക്കാനുള്ള ശ്രമത്തിനിടെ അലമാരയ്ക്ക് മുകളിലിരുന്ന താക്കോൽ ശ്രദ്ധയിൽപ്പെടുകയും ഇതെടുത്ത് അലമാരയുടെ വാതിൽ തുറന്നാണ് അതിലുണ്ടായിരുന്ന സ്വർണവും എടുത്തത്. വീട്ടിൽ ഉള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം പ്രധാന വാതിൽ ആപ്പ് വച്ച് കുത്തിപ്പൊളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിഫലമായി. തുടർന്നാണ് വീടിന്റെ വശത്തുള്ള മറ്റൊരു വാതിൽ ശ്രദ്ധയിൽപ്പെടുന്നതും ഇത് കുത്തിപ്പൊളിക്കുന്നതും. ഇതിനു മുമ്പ് തന്നെ വീടിന്റെ കറന്റ് ഫ്യൂസ് ഊരുകയും എന്നാലും കുറച്ച് ലൈറ്റ് ഒഴികെ ബാക്കിയെല്ലാം അണയുകയും ചെയ്തു. 2ാമത്തെ അലമാരയിൽ കൂടുതൽ സ്വർണം ഉണ്ടായിരുന്നു. ശുചിമുറിയിൽ കണ്ട തോർത്തെടുത്ത് കൈരേഖകൾ പതിഞ്ഞ സ്ഥലങ്ങളെല്ലാം തുടച്ച് വൃത്തിയാക്കിയെന്നും കള്ളൻ പറഞ്ഞു. തുടർന്ന് പുറത്തെത്തി വീടിന്റെ പിൻഭാഗത്തു കൂടിയാണ് റോഡിലേക്ക് ഇറങ്ങിയത്. ഇവിടെ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ എടുത്ത് കാട്ടാക്കട കിള്ളി പങ്കജകസ്തൂരി ഭാഗത്തു കൂടെ പ്രധാന റോഡിലേക്ക് ഇറങ്ങി കല്ലിയൂരിലേക്ക് സ്വർണവുമായി പോയി എന്നും ഇയാൾ വിവരിച്ചു. ഇവിടങ്ങളിലെല്ലാം ഇയാളെ എത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തി. മോഷണം നടന്ന വീട്ടിൽ തെളിവെടുപ്പിന് കള്ളനെ കൊണ്ടുവന്നു എന്നറിഞ്ഞ് വലിയ ജനക്കൂട്ടമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 2 വർഷത്തിനു മുൻപേ കാട്ടാക്കട കിള്ളി പ്രദേശത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഇയാളെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടി പോലീസിന് കൈമാറിയിരുന്നു. ഈ വിവരം പോലീസിന് ലഭിച്ചതാണ് ശ്രീകാന്തിലേക്ക് എത്താൻ സഹായകരമായത്. തുടർന്ന് കാട്ടാക്കട ഇൻസ്പെക്ടർ പോലീസ് രാജേഷ്, സബ് ഇൻസ്പെക്ടർ കിരൺ എന്നിവരുടെ നേതൃത്വത്തിൽ കാട്ടാക്കട പോലീസ് CCTVകൾ കേന്ദ്രീകരിച്ച് മറ്റും നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട് ഉൾപ്പെടെ ഇയാളുടെ ബന്ധങ്ങൾ കണ്ടെത്തുകയും ഇയാളുടെ ഫോട്ടോ പലരെയും കാണിച്ചുള്ള അന്വേഷണവും നടത്തി. കാട്ടാക്കട പോലീസ് ഇയാളുടെ മറ്റൊരു സുഹൃത്തിനെ കണ്ടെത്തി ഇയാളെ പൂട്ടാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ഇയാളെ നിരീക്ഷണ വലയത്തിലാക്കി പിടികൂടാനായി ഉറപ്പിച്ച ദിവസമാണ് ഫോർട്ട് പോലീസിന്റെ പരിശോധനയിൽ ഇയാൾ പിടിയിലാകുന്നതും കാട്ടാക്കടയിലെ 72 പവൻ കവർന്നതുൾപ്പെടെയുള്ള മോഷണ വിവരങ്ങൾ പോലീസിനോട് പറഞ്ഞത്. നിലവിൽ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ടുള്ള ശ്രീകാന്തിനെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അതോടൊപ്പം കൂടുതൽ ദിവസം ആവശ്യമായി വന്നാൽ കോടതിയിൽ വീണ്ടും ഇയാളെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യം ഉന്നയിക്കുമെന്നും പോലീസ് പറഞ്ഞു.